എപ്പോഴോ ഉണർന്നപ്പോൾ അവൾ കേട്ട ഞരക്കങ്ങളും ശബ്ദങ്ങളും എല്ലാം അവളുടെ ചിന്തകളെ വീണ്ടും ഉണർത്തി. "നിന്റെ അമ്മ ചീത്തയാണെന്നാണ് ഗീതേ എല്ലാവരും പറയുന്നത്," ഒരിക്കൽ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന സുമി പറഞ്ഞു. അന്നൊന്നും അത് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറായില്ല. പക്ഷേ ഇന്നിപ്പോൾ കേട്ടത് വിശ്വസിക്കണമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. തളർന്നു കിടക്കുന്ന അച്ഛൻ. അമ്മയുടെ ഒരു വരുമാനത്തിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഗീതയ്ക്ക് താഴെ ഇളയത് 2 പേർ കൂടിയുണ്ട്, ഗൗരിയും ഗഗനും. ഗീത ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. ഗൗരിയും ഗഗനും 5ാം ക്ലാസ്സിലാണ്. രാത്രിയിൽ അമ്മയെ തേടി പലരും വരുന്നുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോൾ ഗീത അതൊന്നും കേട്ട ഭാവം പോലും കാട്ടിയില്ല. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഉണർന്നപ്പോൾ അവൾ കേട്ട ഞരക്കങ്ങളും ശബ്ദങ്ങളും എല്ലാം അവളുടെ ചിന്തകളെ വീണ്ടും ഉണർത്തി. ഗീത പതിയെ എഴുന്നേറ്റ് അവർ കിടക്കുന്ന മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അമ്മയുടെയും അച്ഛൻ്റെയും മുറി തൊട്ടടുത്താണ്. മുറിയിൽ നോക്കുമ്പോൾ അച്ഛൻ മാത്രമേയുള്ളൂ. കുറച്ചപ്പുറത്തേക്കിറങ്ങി അടുക്കളയിൽ നേരിയ മൊബൈൽ വെളിച്ചം കണ്ടു. ഗീത പതിയെ അവിടേക്ക് ചെന്നു. അവൾ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ച് അവിടെ തന്നെ നിന്നു. അതുപോലുള്ള ഒരു കാഴ്ച ആദ്യമായാണ് അവൾ കാണുന്നത്. ഈ കാഴ്ച കണ്ടതും അവൾക്ക് അറപ്പും വെറുപ്പും തോന്നി. വീണ്ടും അധിക നേരം അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. ഗീത സ്വന്തം മുറിയിലേക്ക് പോയി. പിന്നീട് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തു അവൾ. രാവിലെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി. അന്ന് അവൾ നൽകിയ ഭക്ഷണം കഴിക്കാനോ അവരോടൊന്ന് സംസാരിക്കുവാൻ പോലും അവൾ കൂട്ടാക്കിയില്ല. ഗീതയുടെ അകൽച്ച പെട്ടെന്ന് തന്നെ അമ്മയ്ക്കു മനസ്സിലായി. അവർ അതിനെക്കുറിച്ച് അവളോട് തന്നെ സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ തൊഴിലുറപ്പ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് അമ്മ മുകളിൽ നിന്നും താഴേക്ക് വീണു. വീഴ്ചയിൽ കാലിൽ പൊട്ടലുണ്ടായി. ഇടുപ്പിന് ശക്തമായ അടി കിട്ടിയത് കാരണം ബെൽറ്റ് ഇടേണ്ടതായി വന്നു. അമ്മയ്ക്ക് ഏകദേശം 3 മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയായി. ഈ വാർത്ത കൂടി കേട്ടപ്പോഴേക്കും ഗീത തകർന്നുപോയി. ഈ 3 മാസക്കാലം വീട്ടിലെ ചെലവുകൾ എങ്ങനെയെല്ലാം പോകുമെന്നോർത്ത് അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. ഏകദേശം 1 മാസമായി അമ്മ വീണിട്ട്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തട്ടിയും മുട്ടിയും കടന്നുപോയി. രാവിലെ ഗീത എഴുന്നേറ്റ് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഉള്ളതിൽ പങ്കു വേവിച്ചു വെച്ച് അനിയനും അനിയത്തിക്കും കൊടുത്ത് അവളും സ്കൂളിൽ പോകുമായിരുന്നു. മഴ തുടങ്ങിയതോടുകൂടി വീട്ടിൽ ആകെ ബുദ്ധിമുട്ടായി മാറി. ഒരു ദിവസം രാത്രി ഏകദേശം എല്ലാവരും ഉറക്കമായിരുന്നു. ആ സമയത്താണ് വാതിലിൽ മുട്ട് കേട്ടത്. ഗീതയാണ് എഴുന്നേറ്റ് വാതിൽ തുറന്നത്. അപ്പോഴേക്കും ഒരാൾ അകത്തേക്ക് തള്ളിക്കയറി വന്നു. ഗീതയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായി. മുൻപൊരിക്കൽ അമ്മയോടൊപ്പം കണ്ട അതേയാൾ. "കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ഈ ഭാഗത്തൊക്കെ കറങ്ങുന്നുണ്ട്. നിന്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്നും മുൻകൂർ കാശ് വാങ്ങിയതാണ്. കുറച്ചു നാളായി അവൾ കിടക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കാശ് മുതലാക്കേണ്ടത്?" അവൾക്ക് പേടി കൂടി വന്നു. ചുറ്റും ശൂന്യമായൊരവസ്ഥ. കൈയും കാലും ചലനമറ്റ അവസ്ഥ. അയാൾ പറഞ്ഞു, "ഒരു കാര്യം ചെയ്യ്. അമ്മയ്ക്ക് പകരം നീയാണെങ്കിലും മതി. അല്ലെങ്കിൽ അറിയാലോ, നിന്റെ അനിയത്തിയെ ഞാൻ." അയാൾ അത് പറഞ്ഞപ്പോൾ അവസാനം അവൾ അയാളുടെ കാലിൽ വീണുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, "ഞങ്ങൾ പാവങ്ങളാണ് ചേട്ടാ. എൻ്റെ അനിയത്തി കൊച്ചുകുട്ടിയാ. അവളെ ഒന്നും ചെയ്യരുത്." അയാൾ വിടുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ അവൾ കരച്ചിൽ നിർത്തി. അല്പനേരം ശാന്തമായിരുന്നു. "എന്താ മോളെ, നീ തയ്യാറാണോ?" അയാൾ ചോദിച്ചു. അവളിൽ ഭയം അലയടിച്ചെങ്കിലും അനിയത്തിയുടെയും വീട്ടിലെ പട്ടിണിയും ഓർത്ത് കൊണ്ട് മുടി പിന്നിൽ കെട്ടിയിട്ട് അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "വരാം ചേട്ടാ. അമ്മയ്ക്ക് പകരം ഞാൻ വരാം." അയാൾ അവളെയും കൊണ്ട് നേരെ പിന്നിലുള്ള അടുക്കളയുടെ ചായ്പിൽ കയറി. ഒടുവിൽ അവൾക്ക് വിലപ്പെട്ടതെല്ലാം അവൾ അയാളുടെ മുന്നിൽ അടിയറ വെച്ചു. കോരിച്ചൊരിയുന്ന മഴയും ഇടിയും. കുറേ നേരത്തെ തേരോട്ടത്തിനു ശേഷം മഴയും ഇടിയും ഒതുങ്ങി. പുറത്തെങ്ങും മഴ തോർന്ന നിശബ്ദതയായിരുന്നു. പോകാൻ നേരം അയാൾ കുറച്ചു നോട്ടുകെട്ടുകൾ ചുരുട്ടി അവളുടെ കൈകളിൽ കൊടുത്തു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവൾ കുറേയധികം തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൽ ഒന്നാമത്തെ തീരുമാനം അവളുടെ പഠിത്തം അവസാനിപ്പിക്കുക എന്നതായിരുന്നു.
ഗീത ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. താൻ കാരണം തൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ഒരു മോശമുണ്ടാകുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടുതന്നെ അവൾ എവിടെയാണെന്ന് ഇപ്പോൾ ആരെയും അറിയിച്ചിട്ടില്ല. രണ്ടുപേരുടെയും പേരിൽ ബാങ്കിൽ പണമിടാറുണ്ട്. അതുമാത്രമാണ് തങ്ങളുടെ ചേച്ചി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനുള്ള തെളിവ്. ആരുടെയും മുന്നിൽ വരാൻ അവൾക്കിപ്പോൾ താൽപ്പര്യമില്ല. അവൾ ഇങ്ങനെയായി. ബാക്കിയുള്ളവരെങ്കിലും സുഖമായി ജീവിക്കട്ടെ.